ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മകൻ നിന്നെ അന്വേഷിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതിന് തെളിവുണ്ട്. നീയും അവനെ കണ്ടതാ. നിനക്കറിയാം ആ വീട്ടിൽ നിന്നും അവൻ എങ്ങോട്ടാ പോയതെന്ന്. എത്രേ? 80. ചേട്ടാ ബാലൻസ്. ആ ശരി. എടാ, അതെല്ലാം കമലിനും പോലീസുകാരോട് അരിച്ചു പറക്കി നോക്കിയതാ. ഇല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എടാ, ഈ ഇല്ലാത്ത സ്ഥലം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നേ? അല്ല അതെ അച്ഛനെ. അല്ല, അച്ഛൻ സ്റ്റേഷനിൽ വെച്ച് സ്വർണ്ണം എവിടെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അച്ഛൻ സ്റ്റേഷനിൽ വെച്ചിട്ടേ സ്വർണ്ണം എവിടെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞ അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? അച്ഛൻ പറഞ്ഞത് അച്ഛൻ ഓർത്തു നോക്ക്. അങ്ങനെ ഞാൻ എപ്പോഴാ പറഞ്ഞേ? എന്റെ രാഘവേട്ടൻ പറഞ്ഞു, ഞാൻ കേട്ടതാ. അച്ഛാ, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചൊന്ന് ഓർത്തു നോക്കിയേ. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടാവും. ഒന്ന് ഓർത്തു നോക്കച്ചാ. അല്ല, ഞാനിപ്പം പറഞ്ഞത് എനിക്ക് ആ പെങ്കുച്ചന്റെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട്. ഇതെല്ലാം കൂടി വീണ്ടും നമ്മുടെ തലയിൽ തന്നെ വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അമ്മ, ഞാൻ അറിഞ്ഞല്ലേ ഇതൊന്നും. ഇതെല്ലാം കൂടി അനുഭവിക്കാൻ ഞാൻ എന്ത് പാവാ ചെയ്തേ? രാത്രി വഴിപ്പെട്ടു പോയവരൊന്ന് സഹായിച്ചു. അത് ഈ ജീവിതത്തിൽ ഇത്രയും വലിയ കുരുക്കായി മാറുന്നു ഞാൻ ഇതുവരെ കരുതിയില്ല. അച്ഛപ്പ അത് കണ്ടു എന്ന് പറഞ്ഞോണ്ട് എനിക്കിപ്പോ കൂടുതൽ ടെൻഷനായിരിക്കുന്നേ. അതൊന്നും ആലോചിച്ച് നോക്കച്ച. ഇവിടെ എവിടെയെങ്കിലും കിട്ടുന്നത് അച്ഛൻ ഓർമ്മയുണ്ടാവും. അല്ല, എടാ, അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കണ്ട തെരച്ചിൽ മുഴുവൻ നടത്തുമ്പോ കിട്ടണ്ടേടാ. ഇനി നോക്കാനായിട്ട് ഈ വീട്ടിലൊരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. അത്രയ്ക്ക് നോട്ടം നോക്കിയിട്ട് ഇരിക്കുക. ആ ചന്ദ്രബോസ് ആണെങ്കിൽ അവസരം മുതലെടുത്ത് ഇതിനകത്ത് പോലീസുകാരെ കൊണ്ട് അഴിഞ്ഞാടുമായിരുന്നു. പകയാണവന്. അതവന് അവസരം കിട്ടുമ്പോ വീട്ടുന്നുണ്ട്. പിന്നെ അയാൾക്ക് അടിക്കാനുള്ള വടി നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ടല്ലോ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വർണ്ണം എവിടെയാണെന്ന് കണ്ടെത്തണം അമ്മേ. കണ്ടുപിടിക്കണം. എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. ആ കുട്ടിയുടെ ശാപം ഇനി ഒരിക്കൽ കൂടി നമ്മുടെ തലയിൽ വന്ന് വീഴരുത്. എന്ത് രീതിയിലാണെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ ഒക്കൂ. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. എന്നാലും ആ സ്വർണം അതെവിടെയായിരിക്കും ഇരിക്കുന്നേ? ഈ വീട്ടിലുണ്ടോ? സത്യാമ്മേ, നൂർജഹാന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും. 1-2 ഓർഡറിന്റെ നമ്പര് നൂറിനോട് നേരിട്ട് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. ആ, പോകാതെ പറ്റില്ലല്ലോ. അത് ഇന്ന് തന്നെ കൊടുക്കേണ്ട ഓർഡർ അല്ലേ? അതെ. തെരച്ചിലൊക്കെ പിന്നെ ആവാം. എടാ, നീ ഇപ്പൊ ഞങ്ങളെന്നും നൂറിന്റെ വീട്ടിലേക്ക് ആക്ക്. കാലൊട്ടും വയ്യാഞ്ഞിട്ടാടാ. എന്റെ അമ്മ, ഞാൻ ഇനി എങ്ങനെയാ അവിടെ? എടാ വിഷ്ണു, നീ പുറത്ത് നിന്നാ മതി. ഞങ്ങൾ അകത്ത് കയറി കണ്ടിട്ട് വരാം. എത്ര നേരം വെച്ചാ ഇങ്ങനെ കിടക്കുന്നത്? ഇനി നമുക്ക് ഇതിലിരുന്നൊന്ന് പുറത്തൊക്കെ പോകാം. എന്തേക്കാ മോളെ, ബാപ്പച്ച് കിടന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കണം കേട്ടോ. അതൊക്കെ മാറ്റാ എന്റെ മാമി. എനിക്ക് ഫോണൊന്നു താ. എനിക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ലേ? എന്തൊരു കഷ്ട എന്റെ ഇവിടുത്തെ ഈ ജീവിതം. മോളെ, അത് മാമിക്കറിയാം എന്റെ ഫോൺ എവിടെയാ ഇരിക്കുന്നതെന്ന്. ഒന്നെടുത്ത് ആ മാമി പ്ലീസ്. ഞാൻ അപ്പോഴേക്കും ഈ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയത് വിരിച്ച് സെറ്റാക്കിക്കോളാം. എന്റെ പൊന്നു മാമിയല്ലേ, ഒന്നെടുത്തതാ. അത് അവിടുന്ന് എടുത്ത് മാറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ അതവിടെ തന്നെ ഉണ്ടോന്ന്.
ബാപ്പച്ചിക്ക് അറിയോ, ബാപ്പച്ചിയുടെ മോക്കിപ്പോ ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ കാല് പിടിക്കണം. എന്റെ ഒരു വിധി. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ഇനി അതോർത്ത് സങ്കടപ്പെടാൻ നിൽക്കണ്ട. ദാ ഫോൺ. പെട്ടെന്ന് നോക്കിട്ടതാ. ഇത് അവിടെ തന്നെ കൊണ്ട് വെക്കണം. ഡീ, ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് നീ ഫോൺ എടുക്കുമല്ലേ? മാമി ഒന്നും ചെയ്യരുത്, ഞാൻ പറഞ്ഞിട്ടാ. എനിക്കൊന്ന് എന്റെ ഫ്രണ്ടിനെ വിളിച്ചാൽ മാത്രം മതി. ഒരാളെ നീ ഇതിൽ നിന്നും വിളിക്കാൻ പോകുന്നില്ല. എന്റെ മകൻ നിന്നെ അന്വേഷിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതിന് തെളിവുണ്ട്. നീയും അവനെ കണ്ടതാ. നിനക്കറിയാം ആ വീട്ടിൽ നിന്നും അവൻ എങ്ങോട്ടാ പോയതെന്ന്. എനിക്കറിയില്ല. നസീറിക്ക എന്നോട് പറഞ്ഞിട്ടല്ലോ എല്ലായിടത്തും പോകുന്നത്. ഇക്ക എന്റെ കൂട്ടുകാരോട് പോയി ചോദിക്കേ, അവർക്കറിയാൻ പറ്റും എങ്ങോട്ടാ പോയെന്ന്. ചോദിക്കുവടി. അവന്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ കണ്ടുപിടിക്കും അവൻ എവിടേക്കാണ് പോയതെന്ന്. ഇനി അവൻ മിസ്സായതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിന്റെ കാര്യം പിന്നെ പോക്ക. ബാപ്പച്ചി, ഞാൻ എന്താ ബാപ്പച്ചി ചെയ്യേണ്ടത്? എന്തൊരു വിധിയെ പഠിച്ചോനെ ഇത്. നീ ഇറങ്ങുന്നില്ലേ? ഞാനിവിടെ ഇരുന്നോളാം. പൊന്നി, ആ ബെല്ലൊന്നടിച്ചേ. ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ എങ്ങനെയാ ബാപ്പച്ചി ഇവിടെ ജീവിക്കുന്നത്? മടുത്തു. ഈ ജീവിതം തന്നെ എനിക്ക് മടുത്തു. എന്താ? ആരെ കാണാനാ? ഞങ്ങൾക്ക് നൂർജഹാനെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ഒരു ഓർഡറിന്റെ കാര്യം തിരക്കാനാ. നൂറേ,